ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയായ പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് പനീർ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. അടുത്തതായി ഈ ബട്ടർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് പനീറിട്ട് പനീറിൻ്റെ അപ്പുറം ഇപ്പുറം നല്ലതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പനീർ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇതേ ബട്ടറിൽ തന്നെയാണ് പനീറിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, ഗ്രാമ്പു എന്നിവ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. ഈ വെളുത്തുള്ളിയും ഇതെല്ലാം പൊട്ടിയതിന് ശേഷം ഒരു സവാളയും ഒരു തക്കാളിപ്പഴവും ഇട്ട് ഒരുപാട് ഇത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ വഴറ്റുക. അതിലേക്ക് ഒരു 7-10 അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഏകദേശം 1 സെക്കൻഡ് വഴറ്റുക. ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു കഷ്ണം ബട്ടർ ഇതിലേക്ക് ഇടുക. ബട്ടർ നല്ലതുപോലെ മെൽറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ ഇതിലേക്ക് ചേർക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണിത്. അതുകൊണ്ട് കറക്റ്റിന് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാൻ എടുത്തേക്കുന്നത് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പിടി മല്ലിയിലയാണ്. മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. ഒന്ന് ബാലൻസിങ് ആവാൻ വേണ്ടിയാണ്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല. അപ്പോൾ ചെറിയ ഒരു മധുരവും പിന്നെ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്, ഉലുവയില അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക.